once again welcome back to Edu Mandira. So നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷിൻ്റെ 4th സെമിസ്റ്റർ ഇലക്ട്രോണിക് മീഡിയയുടെ വീഡിയോസാണ് അപ്പോൾ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഈ കൺവേർജൻസ് എന്ന് പറയും, മീഡിയ എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഇപ്പം ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. ഓക്കെ, മീഡിയ എന്താണെന്ന് നമുക്കറിയാം, മീഡിയം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ കൺവേർജൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒത്തുചേരൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ മീഡിയ കൺവേർജൻസ് എന്ന് പറയുമ്പം ഈ മീഡിയ വേൾഡിലുള്ള ഒത്തുചേരൽ അല്ലെങ്കിൽ വിവിധ മീഡിയ സംവിധാനങ്ങളുടെ ഒരു ഒത്തുചേരൽ ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റം. ഓക്കെ, മീഡിയ വേൾഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒത്തുചേരുമ്പോൾ പുതിയൊരു കാര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അപ്പോൾ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ നോക്കാം. Media convergence is a theory that describes the interconnection of media content. അതായത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മീഡിയ കണ്ടൻറ്റുകളെ, അതായത് പല തരം മീഡിയ കണ്ടൻറ്റുകളെ ഒത്തുചേരുന്ന അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മീഡിയ കണ്ടൻറ്റുകളുടെ ഇൻ്റർ കണക്ഷൻ, മീഡിയ കണ്ടൻറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിൻ്റെയൊക്കെ ഒരു ഒത്തുചേരലിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താ പറയുക, ഒരു തിയറിയാണ് യഥാർത്ഥത്തിൽ മീഡിയ കൺവേർജൻസ്. ഓക്കെ, മീഡിയ കൺവേർജൻസ് ഈസ് എ തിയറി ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻ്റർ കണക്ഷൻസ് ഓഫ് മീഡിയ കണ്ടൻറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. ഓക്കെ, it's a result of popularity of the internet and the digitalization of media content. അപ്പോൾ അതൊരു റിസൾട്ടാണ്. ഓക്കെ, അത് എന്തിൻ്റെ റിസൾട്ടാണ്? ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷൻ ഓഫ് മീഡിയ കണ്ടൻറ്റ്. ഓക്കെ, മീഡിയ കണ്ടൻറ്റുകളെ ഡിജിറ്റലൈസ് ചെയ്യുക. അതായത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മീഡിയ എന്ന് പറയുന്നത് ന്യൂസായിരുന്നു. ന്യൂസുകളൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്തിരുന്നത് പത്രത്തിലൂടെയായിരുന്നു, അല്ലേ? നമ്മൾ ദിവസവും നമ്മളുടെ വീട്ടിലെത്തുന്ന പത്രത്തിലൂടെയായിരുന്നു, നമ്മുടെ പേപ്പറിൽ അച്ചടിച്ച് വന്ന പത്രങ്ങളിലൂടെയായിരുന്നു നമ്മളുടെ മീഡിയ രീതി. അത് പിന്നീട് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, നമ്മൾ റേഡിയോയിലേക്ക് മാറി, നമ്മൾ പിന്നീട് ടെലിവിഷൻ ഇൻവെൻറ്റ് ചെയ്തു, നമ്മൾ കമ്പ്യൂട്ടർ ഇൻവെൻറ്റ് ചെയ്തു, നമ്മൾ ഇൻ്റർനെറ്റ് ഇൻവെൻറ്റ് ചെയ്തു. നമ്മളങ്ങനെ ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് ഇപ്പം മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റലി ആക്സസ് ചെയ്യാം, അത് നോൺ ഡിജിറ്റലി ആയിട്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെ ആണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നതും അതുപോലെ തന്നെ ഈ ഒരു തിയറി ഇതൊരു തിയറിയാണ്. ഈ തിയറി വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് പോപ്പുലാരിറ്റി. അപ്പോൾ ഈ ഒരു തിയറി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നതുകൊണ്ടാണല്ലോ. നമ്മളൊരു തിയറി വരുമ്പം ആ തിയറി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ടാണ് ഒരു തിയറി വരുന്നത്. ഓക്കെ, അപ്പോൾ തിയറി ഉണ്ടാവാനായിട്ടൊരു കാരണമായിട്ട് ഈ പറയുന്ന മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നൊരു കാര്യം നടക്കുന്നുണ്ട്. ടെക്നോളജിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും മീഡിയ കണ്ടൻറ്റുകളുടെയൊക്കെ ഒരു മെർജ് അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോപ്പുലാരിറ്റി ഓഫ് ഇൻ്റർനെറ്റ് പോപ്പുലറായി, അതുപോലെ തന്നെ ടെക്നോളജീസ് ഡെവലപ്പായി, ഡിജിറ്റലൈസേഷൻ ഓഫ് കണ്ടൻറ്റ് നടന്നു. ഓക്കെ, അതായത് ഇൻ്റർനെറ്റ് വഴി നമുക്ക് പത്രമാധ്യമങ്ങൾ ആക്സസ് ചെയ്യാവുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പം നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാതൃഭൂമിയും മനോരമയും ഇന്ത്യ ടുഡേയും ടൈംസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ നമുക്ക് നമ്മളുടെ ഫോണിൽ PDF ആയിട്ട് കിട്ടുന്നൊരു കാലമാണ് നമ്മൾ ഇപ്പം എത്തി നിൽക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ആ പോയിൻറ്റ്സ് കൂടെ നിങ്ങൾ ഇതിനകത്ത് ഓർക്കുക. ഇറ്റ് ഈസ് എ ഫിനോമിനൺ. ഓക്കെ, അതൊരു പ്രതിഭാസമാണ് ഇൻവോൾവിങ് ദ ഇൻ്റർ കണക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അതായത് ഇതൊരു പ്രതിഭാസമാണ്. ഇൻ്റർ കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് കൂടിച്ചേരുന്ന ഈ ഇൻഫർമേഷനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ഒക്കെ കൂടിച്ചേരുമ്പം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും മീഡിയ കണ്ടൻറ്റുകളൊക്കെ കൂടിച്ചേരുമ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റിന് തന്നെ വേറെ രീതിയിലായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ബ്രിങ്സ് ടുഗെദർ ദ 3 C's ഓഫ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണ്ടൻറ്റ്. അതായത് ഇറ്റ് ബ്രിങ്സ് ടുഗെദർ ദ 3 C's. അതായത് 3 Cകളുണ്ട്. അതായത് കമ്പ്യൂട്ടർ, കമ്മ്യൂണിക്കേഷൻ, ആളുകൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ പിന്നെ കണ്ടൻറ്റ്. അതൊക്കെ അപ്പോൾ ഈ 3 Cകളെയും അത് ഒന്നിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് ദ ഡിജിറ്റലൈസേഷൻ ഓഫ് മീഡിയ കണ്ടൻറ്റ് ആൻഡ് ദ പോപ്പുലറൈസേഷൻ ഓഫ് ഇൻ്റർനെറ്റ്. ഓക്കെ,
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻറ്റും ഇതും സെയിം ആണ് യഥാർത്ഥത്തിൽ. ഓക്കെ, അത് നിങ്ങൾക്കിത് രണ്ടും എഴുതി വെക്കാം. വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷനായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. രണ്ടും ഡെഫിനിഷൻസ് ആണ്. രണ്ടും അതിൽ ഒന്ന് ഇത് രണ്ടും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേയിൽ പറയുന്നു, മറ്റേ ഒന്ന് കുറച്ച് സിമ്പിളായിട്ടുള്ള വേയിൽ പറയുന്നു. ആ സിമ്പിളായിട്ട് വേയിൽ പറയുന്ന കാര്യത്തെ ഒന്നുകൂടെ എംഫസൈസ് ചെയ്തിട്ട് അതൊന്നുകൂടെ ക്ലിയർ ആക്കി പറയുന്നതാണ് രണ്ടാമത്തത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങൾ. പിന്നെ മീഡിയ കൺവേർജൻസ് ട്രാൻസ്ഫോംസ് എസ്റ്റാബ്ലിഷ് ഇൻഡസ്ട്രീസ്, സർവീസസ് ആൻഡ് വർക്ക് പ്രാക്ടീസസ് ആൻഡ് എനാബിൾസ് entirely new forms of content or emerge. Okay, content to emerge. It erodes a long establishment of media industry and content silos, and increasingly uncouples content from particular devices, അതായത് which in turn present major challenges of public policy and regulations. Okay, സോ ആ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾ മുകളിലുള്ള രണ്ട് പോയിൻറ്റ്സ് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, അതോടെ നിങ്ങൾക്ക് നേടിയാവും. അതിനകത്ത് പറയുന്നത് അധികം ഒന്നും പറയുന്നില്ല. അത് ഈ മീഡിയ കൺവേർജൻസ് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് നടത്തി, ഒരുപാട് ഇൻഡസ്ട്രീസിനെ ഉദ്ഭവിപ്പിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സർവീസസ് ആരംഭിച്ചു. ഇപ്പോൾ ഇൻ്റർനെറ്റും ഈ മീഡിയ കൺവേർജൻസ് വന്നതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഈ ടെലിവിഷൻ അല്ലെങ്കിൽ ഫിലിം ഒരു ഇൻഡസ്ട്രി ഒരുപാട് മാറ്റങ്ങൾ വിറ്റ്നസ് ചെയ്യേണ്ടി വന്നത്. അതായത് OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മീഡിയ കൺവേർജൻസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തിയേറ്റേഴ്സ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ടെലിവിഷനും തിയേറ്ററുമായിരുന്നു നമുക്കൊരു പോപ്പുലറായിട്ട് ഫിലിംസൊക്കെ കാണാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണുക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോകേണ്ടി വരുമായിരുന്നു. ടെലിവിഷനിലാകുമ്പം അത് വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പം OTT പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ നമുക്ക് റിലീസ് ചെയ്യുന്ന പടങ്ങൾ അതേ സമയം തന്നെ കാണാനായിട്ട് നമ്മളുടെ കംഫർട്ടിനനുസരിച്ച്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇനി the 5 major elements of media convergence are the technological, industrial, social and textual and political. Okay, അതായത് 5 മേജർ എലമെൻറ്റ്സ് ഉണ്ട് ഈ പറയുന്ന മീഡിയ കൺവേർജൻസിൽ. ഓക്കെ, അപ്പോൾ അത് 5ഉം നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഞാൻ അതിൽ അധികം കൊടുത്തിട്ടില്ല. ഒന്നെന്ന് പറയുന്നത് ടെക്നോളജിക്കലാണ്. ടെക്നോളജിക്കൽ കൺവേർജൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇൻ്റർനെറ്റും പല ഡിവൈസുകളുമായിട്ട് ലിങ്ക് ചെയ്തു, അല്ലേ? നമ്മൾ ഫോൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിനെ ആയിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് സ്മാർട്ട് ഫോണുകൾ സൃഷ്ടിക്കപ്പെട്ടത്. ഓക്കെ, സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ ടച്ച് സംവിധാനമുള്ള ഫോണല്ല. നമ്മളുടെ പൊതുവേ നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ നോക്കിയയുടെയൊക്കെ മോഡൽ നെയിമൊന്നും എനിക്ക് ഓർമ്മയില്ല, നോക്കിയയുടെയൊക്കെ ഫോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് സേവ് ചെയ്യാം, നിങ്ങൾക്ക് നമ്പർ അടിച്ച് വിളിക്കാനായിട്ട് പറ്റും. അത് ശരിക്കും കമ്പ്യൂട്ടറും നമ്മളുടെ ടെലിഫോൺ ടെക്നോളജിയും മെർജ് ചെയ്തിട്ടുണ്ടായൊരു സംഭവമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ പോലെയുള്ള സംവിധാനത്തെ ടെലിഫോൺ ടെക്നോളജിയായിട്ട് മെർജ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സംവിധാനമാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമുക്ക് പണ്ടത്തെ ഫോണിൽ നമുക്ക് നമ്പർ അടിച്ച് വിളിക്കാൻ മാത്രമേ പറ്റിയിരുന്നുള്ളൂ. അതിൽ നമുക്ക് കോണ്ടാക്ട്സ് ഫീഡ് ചെയ്യാനോ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അത് നമുക്ക് മൊബിലിറ്റി ഇല്ലായിരുന്നു. അതിനെ നമ്മൾ ഈ ടെക്നോളജിക്കൽ കൺവേർജൻസിലൂടെ മൊബൈലാക്കി സൃഷ്ടിക്കപ്പെട്ടു. പിന്നീട് നമുക്ക് ഈ മൊബൈൽ തന്നെ ക്യാമറയുമായിട്ട് ഇൻ്റർലിങ്ക് ചെയ്തു. അതായത് നമുക്ക് ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ഒരു ഡിവൈസ് വേറെയായിരുന്നു. അതിനെ നമ്മൾ മൊബൈൽ ഫോണിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല സെറ്റപ്പിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുന്ന, ഫോട്ടോ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അവിടെയും ഈ കമ്പ്യൂട്ടറിൻ്റെ തന്നെ എൻഹാൻസ്മെൻറ്റ് മൊബൈൽ ഫോണിൽ കൊണ്ടുവന്നു. ക്യാമറ എന്ന് പറയുന്ന സംവിധാനത്തെയും ഇൻ്റർഗ്രേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിട്ട് നമുക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പം ഫോണിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സ്മാർട്ട് ഫോണുകൾ വന്നു, അല്ലേ? ടെലിവിഷനും അതുപോലെ സ്മാർട്ട് ടെലിവിഷനായി. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ടെക്നോളജിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത് വന്നത്. ഓക്കെ, അപ്പം ഈ ടെക്നോളജിക്കൽ കൺവേർജൻസ് വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബ്ലോഗുകളും സോഷ്യൽ മീഡിയ ഒക്കെ വന്നത്. അപ്പോൾ അത് മീഡിയയുമായിട്ട് അങ്ങനെ ലിങ്ക് ആവുകയും ചെയ്യുന്നു. ഇനി ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺവേർജൻസ് ഉണ്ട്. ഇൻഡസ്ട്രീസ് ഒരുപാട് വന്നു. അതായത് ഈ ഫിലിം ഇൻഡസ്ട്രി പോലെയുള്ള അത്തരത്തിലുള്ള ന്യൂസ് ഇൻഡസ്ട്രി, ഇതൊക്കെ നമുക്ക് ടെക്നോളജിയായിട്ട് മെർജായ സമയത്ത്
നമുക്ക് ഒരുപാട് പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നു. ഇപ്പോൾ ഞാൻ OTTയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ പിന്നെ നമുക്ക് എല്ലാ ഇപ്പം ന്യൂസ് ഏജൻസീസൊക്കെ ആവട്ടെ, അവർക്കൊക്കെ ഡിജിറ്റലി അവർ കണ്ടൻറ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അത് അവർക്ക് കുറച്ചുകൂടെ ആളുകളിലേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് സാധിച്ചു. ഇപ്പം നമ്മൾ ഒരു പത്രം വായിക്കുന്നത്, നമ്മളൊരു യാത്രയിലൊക്കെ പലപ്പോഴും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം രാവിലെ പത്രം വായിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അതത്ര ഈസി അല്ല, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ജനറേഷൻ അങ്ങനെ ഒരു മടിയുള്ള ആളുകളുമാണ്. അപ്പോൾ നമുക്ക് വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഫോണിൽ കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ അതിന് ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്താൽ പലതും നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പം ആ രീതിയിൽ വരുമ്പോൾ ഒരു ഇൻഡസ്ട്രിയലായിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് ഡെവലപ്പായി. അപ്പം അത് ഇൻഡസ്ട്രിയലായിട്ടും കൺവേർജൻസ് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എലമെൻ്റാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ആൻഡ് ടെക്സ്റ്റൽ ആയിട്ടുള്ള എന്താ പറയുക മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൾച്ചറൽ ഇൻ്റഗ്രേഷനൊക്കെ ഇതിനകത്ത് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പൊളിറ്റിക്കലി മാറിയിട്ടുണ്ട്, പൊളിറ്റിക്സിന് തന്നെ വലിയ രീതിയിലുള്ള മാറ്റം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, മീഡിയ കൺവേർജൻസ് ട്രാൻസ്ഫോംസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻഡസ്ട്രീസ്, സർവീസ് ആൻഡ് വർക്ക് പ്രാക്ടീസസ് ആൻഡ് എനാബിൾസ് എൻറ്റയർലി ന്യൂ ഫോംസ് ഓഫ് കണ്ടൻറ്റ് ടു എമേർജ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, നേരത്തെ ഉള്ള ആ ഒരു പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് നമുക്ക് സമയം ടൈം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, information superhighway. The information superhighway is a late 20th century phrase that aspirationally refers to the increasingly mainstream availability of digital communication system. ഓക്കെ, ഈ ഒരു ടേം എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ സ്ട്രീം ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അവൈലബിലിറ്റിയൊക്കെ ആയിട്ട് ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു പൂർവാധിക്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലറിഷ്മെൻറ്റിനെയൊക്കെ പറയുന്ന ഒരു ടേമാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത്. ഓക്കെ, a large scale communication network providing a variety of often interactive services such as text database, electronic mail, audio and video materials, അതുപോലെ accessed through computers and television etc. Okay, the importance of online services and industry was vital in paving the road for the information superhighway. Okay, see ഇതിനകത്ത് the information superhighway brings together the millions of individuals who could exchange information with one another. അതായത് നമ്മൾ ബേസിക്കലി എന്താണ് ഇൻ്റർനെറ്റ്, അത് തന്നെയാണ് ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ. ഓക്കെ, അതിൽ ആളുകളെ ഇനേബിൾ ചെയ്യുന്നുണ്ട്, ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളുകളെയും ഇനേബിൾ ചെയ്യുന്നുണ്ട് കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാനായിട്ട്, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ, അപ്പോൾ നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിലൊരു ഭൂകമ്പം ഉണ്ടായി. ഇപ്പോൾ നമുക്ക് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഒരു പത്രത്തിലുള്ള ആളുകൾ വന്നിട്ട് അതിനെപ്പറ്റി എഴുതി തയ്യാറാക്കി പിറ്റേന്ന് രാവിലെ അത് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മളെ വീട്ടിലെത്തുമ്പോഴായിരിക്കും നമ്മൾ കണ്ണൂരുള്ള ആളുകൾ തിരുവനന്തപുരത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അറിയാം. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, അപ്പം പക്ഷേ അത് നമ്മൾ പിന്നീട് നമുക്ക് ന്യൂസ് ഏജൻസീസൊക്കെ വന്നപ്പോൾ അപ്പോഴും നമുക്ക് അവർ വരേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ ഇപ്പം അവിടെയുള്ള ആളുകൾക്ക് അത് ആ സ്പോട്ടിൽ തന്നെ പബ്ലിക്കിനെ അറിയിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോണെടുത്ത് നമ്മളൊരു വീഡിയോ, ഒരു ഫേസ്ബുക്ക് ലൈവ് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ, എല്ലാ കാര്യം കഴിഞ്ഞു. ഇനി ആളുകളപ്പം ഒരുപാട് ആളുകൾ കാണും, പെട്ടെന്ന് ഷെയർ ചെയ്ത് പോവും. അത് പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ ലോകത്തെ എല്ലായിടത്തും അത് എത്താനായിട്ട് സാധിക്കും. അതിൻ്റെ ആ ഇൻഫർമേഷൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് അത് സ്പ്രെഡായിട്ട് പോകും. ഓക്കെ, സോ അതൊക്കെ തന്നെയാണ് ഈ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നൊരു പോയിന്റ്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഗ്ലോബൽ വില്ലേജ് ആണ്. ഓക്കെ, ഗ്ലോബൽ വില്ലേജ് ഈസ് ദ ടേം ഈസ് a noun that refers to the world as community where distance and isolation have been reduced by electronic media. Okay, അതായത് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കിത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക അല്ലേ. നമ്മൾ
അടുത്ത വീഡിയോയിൽ ചെയ്യാം, കാരണം അത് കുറച്ച് ലെങ്ത് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ വൺസ് അഗെയിൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസ്, നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ്, ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈസി ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. സോ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.